കോളർ വീനെക്കുള്ള ചുരിദാറുമായിട്ട്. പക്ഷെ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീനെക്ക് വെച്ചിരുന്നത്, ആ വീനെക്ക് നമ്മൾ 11.5 ഇഞ്ച് 12 ഇഞ്ച് വരെ ഇറക്കി നമ്മൾ ഇടയ്ക്ക് ഒരു പീസ് വെച്ചിട്ടുള്ള വീനെക്കാണ്. ഇതങ്ങനല്ല, ഇത് ഫ്രണ്ട് കട്ട് ചെയ്ത് പ്ലേറ്റ് ഇട്ടേക്കുക, ഫുൾ പ്ലേറ്റ് ഇട്ടേക്കുക. കണ്ടല്ലോ, അത് പ്രത്യേകിച്ച് യാത്ര ചെയ്യാൻ നല്ല കംഫർട്ടബിളാണ്. കൈ ഇത് ഇത്രയും വെച്ചിട്ടുണ്ട്, കയ്യിലൊരു കുഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമുണ്ടോ? പക്ഷേ കാൽറോസിൻ്റെ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മൾ തയ്ക്കാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ. ഇത് റണ്ണിങ് മെറ്റീരിയൽ ഞാൻ എടുത്തതാണ്. 3 മീറ്റർ ക്ലോത്ത് ഉണ്ട്. ഇതിൻ്റെ വേറൊരു കളറിലാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വി കോളർ നിങ്ങൾക്ക് തയ്ച്ച് കാണിച്ചായിരുന്നു, ഓർക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നറിയാമോ, തുണി 2 പീസായിട്ട് തന്നെ ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആകെയുള്ള 3 മീറ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിനെ നമുക്ക് എനിക്ക് വേണ്ടത് 47 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ ഒരു 1.5 ഇഞ്ചൂടെ കൂട്ടി 48.5-യിൽ ഒരു പീസ് ആദ്യം കട്ട് ചെയ്തു. അതായത് അതിനെ ഞാനൊന്ന് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഇത് ബാക്ക് പാർട്ടാണ് വെട്ടുന്നത്, മറന്നു പോകല്ലേ. അപ്പം നമ്മൾ തുടങ്ങുക. നമ്മൾ ആ നെക്കിന് വിട്ടെടുക്കുന്നത് 3.5. എല്ലാവർക്കും 3.5 വേണമെന്ന് ഞാൻ പറയത്തില്ല. എനിക്കിങ്ങനെ കഴുത്ത് ഒത്തിരി ചേർന്നിരിക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് 3.5 എടുക്കുന്നത്. 3.25 എടുത്താലും മതി. അതുപോലെ ഫുൾ വേണം. ഇത് കോളർ ചുരിദാർ ആയതുകൊണ്ട് ഫുൾ എന്ത് വേണം, ഷോൾഡർ വേണം. അതുകൊണ്ട് ഞാൻ 8 ഇഞ്ച് എടുക്കുന്നു. അതേ 8 ഇഞ്ച് താഴേക്കും അടയാളപ്പെടുന്നു. അത്രയും മനസ്സിലായല്ലോ. ഫുൾ ഷോൾഡർ എടുക്കുന്നു. ഫുൾ ഷോൾഡർ 8 ഇഞ്ചാണ്, അത് 8 ഇഞ്ച് എടുത്തു. ഇനി താഴേക്കും 8 ഇഞ്ച് നമ്മൾ ആം ഹോൾ ഡെപ്ത്ത് എടുത്തിട്ട് നമ്മളൊരു ലൈൻ വരച്ചു. ഇനി നമ്മളിപ്പോൾ ഞാൻ കഴുത്ത് വരയ്ക്കുന്നില്ല, പിന്നെ വരച്ചോളാവേ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചെസ്റ്റ് റൗണ്ടാണ്. ചെസ്റ്റ് റൗണ്ട് 38.4 42-ൻ്റെ പകുതി 10.5 അടയാളപ്പെടുത്തി. ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് ഇട്ടിട്ട് ഈ ആം ഹോൾ ഡെപ്ത്തിൻ്റെ 8-ൻ്റെ പകുതി 4 ഇഞ്ചിൽ നിന്ന് നമുക്ക് ഈ കേർവ് വെച്ച് ആം ഹോൾ കേർവ് വരച്ചെടുക്കാം. ഇത് ഫ്രീ ഹാൻഡായിട്ട് നിങ്ങൾക്ക് അറിയാം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡിൽ വിടുകയാണേ. ആർക്കെങ്കിലും ഇച്ചിരി കൈകൾ അറിയാവുന്നവരെ ഉദ്ദേശിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്, അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ ഷേപ്പിനായിട്ട് 15-ലും അതുപോലെ ഇനി നമുക്ക് ഹിപ്പിൻ്റെ അളവിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, സ്ലിറ്റ് അല്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 35 35 37-ൻ്റെ 4-ലൊന്നും ഒരു 2 ഇഞ്ച് സീമും ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇത്രയും ഇത് ഷേപ്പ് ചെയ്തു. അത്രയും വരെ നമ്മൾ സാധാരണ ചുരിദാർ തയ്ക്കുന്ന പോലെ തന്നെ. ഇവിടെ ഒരു മസ്റ്റായിട്ട് നമുക്ക് സ്ലോപ്പ് കൃത്യം 1 ഇഞ്ച് കൊടുക്കണം, അത് മറക്കല്ലേ കേട്ടോ. 1 ഇഞ്ച് വേണം. കോളർ ചുരിദാറിനൊക്കെ 1 ഇഞ്ച് സ്ലോപ്പ് വേണം. എന്നിട്ട് ഞാനത് ചെരിച്ച് വരച്ചു. ഇനി ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കേ, ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 22.5, അതായത് 45 വീതിയുള്ള തുണിയായത്. അപ്പോൾ ഞാനിതിൻ്റെ അടിഭാഗം കംപ്ലീറ്റ് എടുക്കുക. ഇതൊരു ലൈൻ പോലെയല്ലേ പുറകുവശം വരുന്നത്, മനസ്സിലാവുന്നുണ്ടല്ലോ. ഫ്രണ്ടിൽ പ്ലീറ്റ് ഉണ്ട്, ബാക്കിൽ പ്ലീറ്റ് ഇല്ലെങ്കിലും ഫുൾ എടുത്തു. എന്നിട്ട് ഞാൻ അവിടുന്ന് ഒരു 3 ഇഞ്ച് ചെരിച്ച് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ അതിലേക്ക് ഇവിടെ നിന്ന് ഈ നമ്മുടെ ഷേപ്പിൻ്റെ അവിടുന്ന് ഫുള്ള് ലൈനായിട്ട് വരച്ചെടുത്തു. നമുക്കിനി ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പം ബാക്ക് പാർട്ടിൻ്റെ പണി തീർന്നു. ബാക്ക് പാർട്ട് സ്ലോപ്പിലൂടെ വെട്ടിയെടുത്ത് ആം ഹോൾ റൗണ്ടിലൂടെ വന്ന് നമുക്ക് നമ്മളെ വരച്ചേക്കുന്ന അതേ അളവിൽ കറക്റ്റ് വെട്ടിയെടുക്കാം. ഇവിടെ 2.5 ഇഞ്ച് കയറ്റി വെട്ടാൻ ഓർക്കണേ, കാരണം സൈഡ് അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കും. അതുകൊണ്ടാണ് ജോർജറ്റ് തുണിയൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ടും 3 ഇഞ്ചും വെട്ടിക്കളയണം. ഇനി നമുക്ക് ബാക്കിയുള്ള തുണിയെ ഒരു പീസ് ഫ്രണ്ട് പീസ് ഞാൻ വീണ്ടും മുമ്പത്തെ പോലെ തന്നെ മാറ്റിയിട്ടു. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ബാക്ക് പാർട്ടിനേക്കാൾ 1 ഇഞ്ച് കൂടുതൽ എടുക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ ഫ്രണ്ട് പാർട്ട് 2ആയിട്ട് കട്ട് ചെയ്യാൻ പോകല്ലേ, അതുകൊണ്ട് 2 ഇടത്തും കട്ട് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് പോകും. അതുകൊണ്ട് 1 ഇഞ്ച് ബാക്ക് പാർട്ടിനേക്കാൾ കൂട്ടിയിടാൻ മറക്കല്ലേ. എന്നിട്ട് കൃത്യം 10.5 ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നു. 10.5 ഇഞ്ചാണ് നമ്മുടെ യോക്ക് പാർട്ട്. ആ വീനക്ക് വന്ന് ചേരുന്നത് 10.5 ഇഞ്ചിലാണ്. ഇതും ചെറിയ തോതിൽ വേരി ചെയ്യാം. പൊക്കം കുറവുള്ളവർക്കാണെങ്കിൽ 10 എടുത്താൽ മതി. ഇച്ചിരി പൊക്കം ഉള്ളവർക്കും ഇച്ചിരി വണ്ണം ഉള്ളവർക്ക് വേണമെങ്കിൽ 11 വരെ എടുക്കാം. 10.5 ഒരു ആവറേജാണ്. ആ 10.5-യിൽ ഞാൻ കട്ട് ചെയ്തു. നമുക്കിനിയും ഈ കട്ട് ചെയ്ത ഈ പീസ് ഫ്രണ്ട് പാർട്ടാണല്ലോ, ഫ്രണ്ട് യോക്ക് പാർട്ടാണ്. അങ്ങോട്ട് നമുക്ക് ഈ കഴുത്തും ഷോൾഡറും അടയാളപ്പെടുത്താൻ വേണ്ടി ബാക്ക് പാർട്ട് നമുക്ക് ചേർത്ത് വെച്ചിട്ട് ഇതൊന്ന് ഈ അളവുകളൊന്ന് ട്രേസ് ചെയ്ത് വെക്കാം. കൃത്യമായിട്ടും സ്ലോപ്പും അതുപോലെ ആം ഹോൾ ഇതും വലിപ്പവും നമ്മുടെ വിഡ്ത്തും നമ്മളൊന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്കത് കട്ട് ചെയ്യാം. അപ്പം നെക്കിൻ്റെ ഫ്രണ്ട് സൈഡ് നിങ്ങളും ചെറുതായിട്ടൊരു കട്ടിട്ടേക്കണേ. എപ്പോഴും നമ്മൾ അത് മറന്നു പോകല്ലേ. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തു. സ്ലോപ്പ് കൂടെ കട്ട് ചെയ്ത് കളയട്ടെ. ഓക്കെ, ഇനി നമുക്കിതൊന്ന് കുഴിച്ചു വെട്ടണ്ടേ. അതുകൂടെ ഒന്ന് ആം ഹോൾ
ഫ്രണ്ട് ആം ഹോൾ സ്വല്പം നമുക്കൊന്ന് കുഴിച്ച് വെട്ടിയെടുക്കാം. അതുകൂടെ കട്ട് ചെയ്ത് കളയാം. അപ്പം ഫ്രണ്ട് പാർട്ടിൻ്റെ പണി കഴിഞ്ഞില്ലേ? നമുക്കിനിയും ബാക്കി പാർട്ട് നമുക്ക് ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ടല്ലോ, ഇത് പ്രത്യേകിച്ച് അടയാളപ്പെടുത്താനൊന്നുമില്ല. നമ്മൾ ആ 10.5 ഇട്ടതിന് ശേഷമുള്ള ഭാഗം ബാക്ക് പാർട്ട് അതുപോലെ തന്നെ വെക്കുന്നു. ഓർത്തോണേ, 10.5 ഇഞ്ച് എന്നുള്ള അകലത്തിന് ശേഷമുള്ള ഭാഗം ബാക്ക് പാർട്ട് എങ്ങോട്ടാണ് വെച്ചേക്കെന്ന് നോക്കിയേ, ഇതിൻ്റെ എൻഡിലേക്കാണ്, ഇതിൻ്റെ ഈ ഓപ്പൺ സൈഡിലേക്ക് ഞാൻ നീക്കി വെച്ചു. എന്തിനാ? ആ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്യണം, അത്രയും മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല ഇവിടെ. കണ്ടോ? ഇത്രയേ ഉള്ളൂ. ബാക്കി താഴേക്ക് നമുക്ക് ഫുൾ വേണമല്ലോ, അതുകൊണ്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ ഷേപ്പ് മാത്രം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പം പ്രത്യേകം ഓർക്കണം, ബാക്ക് പാർട്ട് എടുത്ത് വെക്കുമ്പം 10.5 ഇഞ്ച് എന്നുള്ള ആ അകലത്തിൻ്റെ താഴേക്കേ വെക്കാവൂ. അതനുസരിച്ചാണ് നമുക്ക് ഈ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി 3 മീറ്റർ തുണി ഉള്ളതുകൊണ്ട് ഇത്രയും തുണി മിച്ചമുണ്ട്. അപ്പോൾ പിന്നൊരു കാര്യം പറയാവേ, 2.5 മീറ്റർ കൊണ്ട് നമുക്ക് കൈ ഇറക്കമുള്ള കൈ എടുക്കാൻ പാടായിരിക്കും. കാരണം ഫ്രണ്ട് ഫുള്ള് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ, ബാക്ക് പാർട്ടിലെ ഒരു കുറച്ച് തുണി മാത്രമല്ല മിച്ചം വരുന്നല്ലോ. നമുക്ക് ഫ്രണ്ടിൽ കോളറിൻ്റെ പട്ട പിടിപ്പിക്കാനായിട്ട് വേണം, ബെൽറ്റ് പിടിപ്പിക്കണ്ടേ കോളർ, അതിന് തുണിയൊക്കെ വേണം. അതുകൊണ്ട് ഒരു 3 മീറ്റർ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് കൃത്യം 3 മീറ്ററാണ്. അപ്പോൾ തുണി ഞാൻ ബാക്കി എന്ത് ചെയ്തു, 4ആയിട്ട് മടക്കിയിട്ടു. സത്യത്തിൽ എനിക്ക് ഇത്രയും വീതി വേണ്ട, പക്ഷേ ഇത് ഇച്ചിരി കട്ട് ചെയ്തൊരു കാര്യമൊന്നുമില്ലല്ലോ. 44 ഇഞ്ച് വീതി തുണിയാണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട്. പക്ഷേ ഞാനിത് മൊത്തം തുണിയും 4ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ 1 സൈഡ് നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് 16 ഇഞ്ചായി ഇറക്കി എടുക്കുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ആംഗിൾ ലെങ്തിൽ നമുക്ക് കൈ കിട്ടാൻ വേണ്ടിയാണ് 16 ഇഞ്ച്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. 16 ഇഞ്ചിൽ ഞാനൊന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് 3.25 ഞാൻ ക്യാപ്പ് ഹൈറ്റ് കൊടുക്കുന്നത്. ആ 3.25 വരച്ച വരയിലേക്ക് ഈ കോണറിൽ നിന്ന് നമുക്ക് 8.25 ഇഞ്ച് നമുക്ക് എന്ത് വേണം, ആം ഹോൾ റൗണ്ട് വേണം. ആ ആം ഹോൾ റൗണ്ട് അടയാളപ്പെടുത്തി. എന്നിട്ട് നമ്മളിങ്ങനെ ഷേപ്പിൽ ആ പോയിന്റിലേക്ക് കൊണ്ടുവന്ന് മുട്ടിക്കുന്നു. താഴത്തെ വണ്ണം 5.5, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1.5 or 2 ഇടാം. ഇവിടെയും നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമ്മളിങ്ങനെ ഷേപ്പ് സ്കെയിലിന് നമ്മൾ വരച്ചെടുക്കുന്നു. എപ്പോഴും ഞാൻ പറയും, നീളമുള്ള കൈ വെട്ടുമ്പം ഷേപ്പ് സ്കെയിലിന് തന്നെ വരയ്ക്കാൻ മറക്കല്ലേ. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ സ്ലീവിൻ്റെ ഒക്കെ കട്ടിങ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേര് കാണുന്നുകൊണ്ട് ഉപകാരപ്പെടുന്നുണ്ടെന്നും എനിക്കറിയാം. ഇത് ഇച്ചിരി സ്പീഡിൽ പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഒരുപാട് വീഡിയോ ഞാൻ പതുക്കെയും ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ കൈ വെട്ടിക്കഴിഞ്ഞു. നമുക്കിത് നിവർത്തിയിട്ടിട്ട് ഫ്രണ്ട് ആം ഹോളും കൂടെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്, ഇത് കഴിഞ്ഞ് എനിക്കൊരു വീഡിയോ എൻ്റെ പണ്ട് ഞാൻ ചെയ്ത പോലെ പുതിയ ആൾക്കാർക്ക് വേണ്ടി വളരെ സാവകാശം ഏറ്റവും പുതിയവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്നും കൂടി ഞാൻ ചെയ്യാം. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോ ഉണ്ടെങ്കിൽ റെഡി ആയിട്ടിരുന്നോണേ. നമുക്കിനി ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് അതിൻ്റെ നെക്കും കൂടെ വരച്ച് വെക്കാം. മുമ്പത്തെ പോലെ 3.5 നമ്മുടെ ബാക്ക് ഫ്രണ്ട് വിഡ്ത്തും ആ ഫുൾ 10.5 നമ്മൾ വീനെക്ക് വരയ്ക്കുന്നത് കണ്ടോ. ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് നമ്മൾ ആ എൻഡിലേക്ക് വീനെക്ക് വരച്ചു. നമുക്കത് കട്ട് ചെയ്ത് കളയാം. അപ്പം കട്ടിംഗ് പാർട്ട് ഇവിടെ തീർന്നു. അപ്പം തയ്യൽ ഞാനധികം കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം തയ്യലിന് വലിയ പ്രാധാന്യം ഇല്ല ഇവിടെ. നോക്കിക്കേ എങ്ങനെ ചെയ്തേക്ക് നോക്കിയേ. ഈ ഫ്രണ്ട് പാർട്ടിൽ ഞാൻ ഈ തുണിയുടെ തന്നെ ബാലൻസ് കൊണ്ട് ഒന്ന് ലൈനിങ് ആയിട്ട് വെച്ച് തയ്ച്ചെടുത്തു. കാരണം ഇച്ചിരി കട്ടി കിട്ടുമല്ലോ, ഇത് വലിയ കട്ടിയില്ല ഈ തുണിക്ക്. എന്നിട്ട് നമ്മൾ എങ്ങനെ തയ്ക്കാൻ വെച്ചേക്ക് നോക്കി. ഷോൾഡറിൻ്റെ അരികെയും തുടങ്ങണം. കഴുത്തിൻ്റെ അവിടെ നല്ല അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഷോൾഡറിൻ്റെ അവിടെ, കാരണം നമുക്ക് ഷോൾഡർ ഫുൾ വേണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ ആ സൈഡിൽ നിന്ന് രണ്ടിടത്തൊന്നും അടിച്ചു വരാനായിട്ട് പ്ലാൻ ചെയ്യണം. അതുപോലെ പിന്നെ ശ്രദ്ധിക്കാനുള്ള ഇതും കൂടെ ഉള്ളൂ, നമ്മുടെ പ്ലേറ്റ് കൊടുക്കാനുള്ള തുണിയുടെ ഫ്രണ്ട് പാർട്ട് അടയാളപ്പെടുത്തിയിട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഈക്വലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേറ്റ് ഇട്ട് വെക്കണം. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി ബാക്കി ഒന്നും പറഞ്ഞു തരാനില്ല, ഞാൻ വിശദമായിട്ട് ഇത് കാണിക്കുന്നുമില്ല. പിന്നെ ഒന്നുകൂടെ ഓർക്കുക, നമ്മൾ ഈ കഴുത്തെ പിടിപ്പിക്കാനുള്ള കോളറിനുള്ളത് ഇതുപോലെ തുണി, ക്രോസ് അല്ല നേരെയുള്ള തുണി എടുത്തിട്ട് അതിൽ ഇതുപോലെ നമ്മൾ ക്യാൻവാസ് വെച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് 2 സൈഡും ഇതുപോലെ 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മടക്കി അയൺ ചെയ്തെടുക്കണം. ഇതെനിക്ക് തയ്ച്ചതിന് ശേഷം മടക്കിയതിന് ശേഷം 1.5 ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. ആ വീഡിയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്തു, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത് കണ്ടോ, ഇത് ഞാൻ ഫ്രണ്ട് ബാക്കും കൂട്ടിച്ചേർത്തതിന് ശേഷം ഈ അരികിലൂടെ ഇങ്ങനെ മടക്കി വെച്ചേക്കുന്ന ഇതിനകത്തേക്ക് നമുക്ക് ആ തയ്യൽ തുമ്പിൻ്റെ അത്രയും ഭാഗം ഉള്ളിലേക്ക് കയറ്റി തയ്ച്ചെടുക്കാം. ഇത് മാത്രം ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചെന്ന് മാത്രമുള്ളേ. എന്നിട്ട് നമുക്ക് സാധാരണ നൈറ്റിയൊക്കെ തയ്ക്കത്തില്ലേ അതുപോലെ തന്നെ ഈ നമ്മുടെ വീനെക്കിൻ്റെ എൻഡ് വരുന്ന ഭാഗം രണ്ടും നമ്മുടെ ആ കറക്റ്റ് വലിപ്പത്തിൽ രണ്ടും തമ്മിൽ ചേർത്ത് വെക്കണം. ഇവിടുത്തെ കാര്യം അല്ല പറയുന്നത്, പിന്നെ നമ്മൾ ലാസ്റ്റ് തയ്ക്കുന്ന സമയത്ത് അത്രയും മാത്രം ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കി സാധാരണ പോലെ തയ്ച്ച്
നമുക്ക് എടുക്കാം. വലിയ പ്രത്യേകതയൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഇപ്പം ഞാൻ ഈ തയ്ക്കുമ്പോഴേ ഇങ്ങനെ തയ്ക്കുമ്പം നിങ്ങൾ നമ്മുടെ ഷോൾഡർ ജോയിൻറ്റില്ലേ അവിടെ വരുമ്പം വേണമെങ്കിൽ ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഒട്ടും പിടുത്തം വരാതിരുന്നോളും. ചിലർ പറയും കോളർ തയ്ക്കുമ്പോൾ പിടുത്തം ഉണ്ടെന്ന്, അതുകൊണ്ടാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നമുക്കിത് ഫുള്ളിങ്ങനെ അങ്ങ് തയ്ച്ചെടുക്കാം. എന്നിട്ട് ബാക്കി ഞാൻ വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. ഒരുവിധപ്പെട്ട ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം. ഞാൻ ഈ വീഡിയോ ഇതിന് മുമ്പത്തെ വീഡിയോ ഇച്ചിരി വിശദമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, ആർക്കെങ്കിലും ചുരിദാർ പുതിയതായിട്ട് തയ്ക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് റെഡിയാക്കി നിർത്തിക്കോ. താമസിക്കാതെ ഞാൻ നെക്സ്റ്റ് ഒരു ചുരിദാർ ചലഞ്ചുമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി തയ്ച്ച് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ ഫിനിഷ് ചെയ്തിട്ട് ഇട്ട് കാണിക്കാം. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് പറഞ്ഞാൽ മതി കേട്ടോ. നോക്കണേ. അപ്പം വീനെക്ക് ചുരിദാർ ഇട്ടുകൊണ്ട് വന്നു. കൈയൊക്കെ നല്ല ഇറക്കമുണ്ട്. ഒരു സൂത്രമൊക്കെ വെച്ച് പിടിപ്പിച്ച് ബട്ടണൊക്കെ വെച്ചാണ് വന്നിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ നോക്കിക്കേ. ഇതിന് നെക്ക് നിങ്ങൾ നോക്കിക്കേ. നമ്മൾ നേരത്തെ എടുത്തതുപോലെ ലോങ് അല്ല ഇതിൻ്റെ നെക്ക്. ഇത് ജസ്റ്റ് 10.5, നമ്മൾ നൈറ്റിക്കൊക്കെ എടുക്കുന്ന പോലെ 10.5 ഇഞ്ച് ഇറക്കത്തിലാണ് എടുത്തേക്കുന്നത്. അതുപോലെ പ്ലേറ്റ് നമുക്ക് ഇഷ്ടമുള്ളിടത്തിടാം. പക്ഷേ നമുക്കൊരു ലിമിറ്റഡ് ഇങ്ങനെ കോളർ വെക്കുമ്പം ഈ കോളർ വരുന്ന ഒരു ലിമിറ്റഡ് പ്ലേസിലെ നമുക്ക് സാധാരണ പ്ലേറ്റ് ഇടാൻ പറ്റും. അങ്ങനെയല്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഞാൻ തീർന്നില്ല ഇത്രയും പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. കംഫർട്ടബിൾ ലൂസാണ്. കൈയൊക്കെ ഉണ്ട്. ഒരു യാത്രയൊക്കെ പോകാൻ അടിപൊളിയാണ്. നമുക്ക് ഷോൾ വേണ്ടെന്നുള്ള അതിൻ്റെ വേറെ വലിയ പ്രത്യേകത. നമുക്കെപ്പോഴും ഈ യാത്രയൊക്കെ പോകുമ്പോൾ ഷോളൊക്കെ ഇട്ടുകൊണ്ടുള്ള പോക്കൊക്കെ ബുദ്ധിമുട്ടില്ല. ഇതാകുമ്പോൾ നല്ല സൂപ്പറാണ്. എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കിക്കേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നോക്കിക്കേ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണം. ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ നോക്കിക്കേ. അപ്പോൾ ഒരു തുണി എടുക്കുക, തയ്ക്ക് നോക്കുക എന്നല്ല, തയ്ക്കണം, തയ്ച്ചിടണം കേട്ടോ.